CPM നേതാവും LDF കൺവീനറുമായ EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരന് വിജയം. കുറ്റവിമുക്തനാക്കണമെന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഹർജിയിൽ ഹൈക്കോടതി അനുകൂലമായി വിധി പറഞ്ഞു. K സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തത്. സുധാകരനെ പ്രതി ചേർക്കാൻ തെളിവുകളില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് KPCC അധ്യക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഏപ്രിൽ 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചണ്ഡീഗഡിൽ നിന്ന് CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ജയരാജന് നേരെ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. ജയരാജനെ കൊല്ലാൻ മറ്റു പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് സുധാകരനാണ് എന്നുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ വെച്ചാണ് EP ജയരാജന് വെടിയേറ്റത്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ജയരാജൻ കുടുംബസമേതം രാജധാനി എക്സ്പ്രസിലായിരുന്നു നാട്ടിലേക്ക് തിരിച്ചത്. AC കോച്ചിൽ വാഷ് ബേസിന് സമീപം നിൽക്കുമ്പോഴാണ് ജയരാജന് വെടിയേറ്റത്. ട്രെയിനിൽ കൊള്ളക്കാരെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ കേരളീയരായിരുന്ന വിക്രം ചാലിൽ ശശി, പേട്ട ദിനേശൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് നേതാവായിരുന്ന K സുധാകരനും CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന EP ജയരാജനും തമ്മിൽ വാക്പോര് നടക്കുന്ന കാലമായിരുന്നു. അണികൾ തമ്മിൽ കയ്യാങ്കളിയും പതിവ് കാഴ്ചയായിരുന്നു. സംഭവം ആന്ധ്രയിലാണ് നടന്നത് എന്നതിനാൽ ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വവും വിവാദങ്ങളിൽ വലിച്ചിഴക്കപ്പെട്ടു. പ്രതിപട്ടികയിൽ K സുധാകരനും പരേതനായ MV രാഘവനും ഉൾപ്പെട്ടിരുന്നു. ഇവർ ഗൂഢാലോചന നടത്തിയാണ് ജയരാജനെതിരെ ആക്രമണമുണ്ടാക്കിയത് എന്നാണ് CPMന്റെ ആരോപണം. തുടർന്ന് കേസിൽ നിന്നും സുധാകരനും MV രാഘവനും ഒഴിവാക്കപ്പെട്ടു. പ്രതിയായ ദിനേശൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് സുധാകരനും രാഘവനും രക്ഷപ്പെട്ടത് എന്നാണ് CPM വിശ്വസിക്കുന്നത്. അക്കാലത്ത് K സുധാകരനെയും MV രാഘവനെയും ജില്ലയിലെങ്ങും ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി CPM പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു. വെടിയേറ്റ സംഭവത്തെ തുടർന്ന് EP ജയരാജൻ മാസങ്ങളോളം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടിയും വന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അവധി നൽകി പകരം MV ഗോവിന്ദൻ മാസ്റ്ററെ നിയമിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ ജയരാജന്റെ കഴുത്തിലെ വെടിയുണ്ട കേരളത്തിൽ ചർച്ചയായിരുന്നു. EP ജയരാജൻ എന്ന വ്യക്തി അടുത്ത കാലം വരെയും ജനപ്രിയ നേതാവായി ഉയർന്നതിന് പിന്നിലും ഈ വെടിവയ്പ് സംഭവം കാരണമായിട്ടുണ്ട്. എന്നാൽ തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുകയാണ് EP ജയരാജൻ എന്നാണ് CPMന്റെ വാദം. ഈ വാദത്തെ പരിഹസിച്ച് K സുധാകരൻ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു.